പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലും ആരാധനയിലുമെല്ലാം നാം പലപ്പോഴും ആലപിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, ദിവ്യസ്തുതികൾ, ദ ഡിവൈൻ പ്രൈസസ്. എത്രയോ തലമുറകളായി ഈ മനോഹരമായ പ്രാർത്ഥന ആവർത്തിക്കുന്നു. ഇറ്റലിയിൽ നിന്നുള്ള ഒരു വിശ്വാസി ലൂയിജി ഫെലിച്ചി എന്ന ഒരു മനുഷ്യനാണ് ഈ പ്രാർത്ഥന 1797 എഴുതിയത്. പിന്നീട് അന്ന് വാണിരുന്ന പിയൂസ് 7 പാപ്പ 1801 അത് അല്പം കൂടെ പരിഷ്കരിച്ചിട്ട് സഭ മുഴുവൻ ഉള്ള പ്രാർത്ഥനയായി ഉയർത്തി. ദൈവത്തെ വാഴ്ത്തിടുവിൻ എന്ന് നാം ആരംഭിക്കുന്ന ആ ഗാനത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു വരി ഇപ്രകാരമാണ്: രക്ഷകനാം മിശിഹാതൻ തിരുനിണം വാഴ്ത്തിടുവിൻ. ബ്ലെസ്ഡ് ബി ഹിസ് മോസ്റ്റ് പ്രഷ്യസ് ബ്ലഡ്. ആ തിരുനിണം വാഴ്ത്തുവിൻ എന്ന് നാം ആ പ്രാർത്ഥനയിൽ ചൊല്ലുന്നു, ആലപിക്കുന്നു. കർത്താവിൻ്റെ തിരുരക്തം ക്രൈസ്തവ വിശ്വാസത്തിൽ, ആരാധനയിൽ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26 അധ്യായം 28 വാക്യം, അവിടുന്ന് അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാർക്ക് നേരെ ആ മുന്തിരിച്ചാറ് നിറഞ്ഞ കാസ നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നത് ഇതാണ്: ഇത് പാപമോചനത്തിനു വേണ്ടി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിച്ചെടിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. അങ്ങനെ അവിടുന്ന് തൻ്റെ തിരുരക്തം ഒരു മോചനദ്രവ്യമായി, പാനീയമായി നൽകുന്നു. ഈ രക്തം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യവും പ്രസക്തവുമുള്ള ഒന്നാണ്. വലിയൊരു അടയാളമാണ് സഭയ്ക്ക് യേശുവിൻ്റെ തിരുരക്തം. മലയാളികൾക്ക് സുപരിചിതമായ ഒരു സിനിമാ ഗാനമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 1969 പി ഭാസ്കരൻ രചിച്ച് ആ ഗാനത്തിന് ഈണം നൽകിയത് ദേവരാജൻ മാസ്റ്ററും മനോഹരമായി ആലപിച്ചത് മലയാളത്തിൻ്റെ അനുഗ്രഹീത ഗായകനായ യേശുദാസുമാണ്. ആ ഗാനത്തിൻ്റെ വരികൾ തീർച്ചയായും നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്ന് എത്രയോ പേർക്ക് പ്രചോദനമായിരിക്കുന്നു അവരുടെ ജീവിതം സമർപ്പിക്കാൻ, ജീവിതത്തിൽ വിമോചനം അനുഭവിക്കാൻ, അവിടുത്തെ നിരന്തരമായ സംരക്ഷണം അനുഭവിക്കാൻ ഒക്കെ ആയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തം, ഓരോ തുള്ളി ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്നും 1000 പേർ അവരുടെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നു, അനുഗ്രഹീതരാകുന്നു, അനുരചനപ്പെടുന്നു. ആ വിമോചനം മറ്റുള്ളവരുമായി കൈമാറുന്നു. അങ്ങനെ സഭ ഒരു കൂട്ടായ്മയായി വളരുന്നു. സജീവ സാക്ഷ്യം വഹിക്കാനുള്ള ആന്തരിക പ്രബോധനവും പ്രചോദനവും കരുത്തുമൊക്കെ അവർക്ക് ആർജിച്ചെടുക്കാനാകുന്നു. ക്രിസ്തുവിൻ്റെ ചോര അങ്ങനെ നമ്മെ കഴുകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26 അധ്യായത്തിലെ ഈ 28 വാക്യം, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. ക്രിസ്തുവിൻ്റെ പീഠാസഹനങ്ങളും അവിടുത്തെ കാൽവരിയിലേക്കുള്ള ആ സഹനയാത്രയും, കാൽവരിയിൽ പിടഞ്ഞു മരിക്കുന്നതും അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെടുന്നതുമായ ആ വലിയ രഹസ്യം നാം അനുസ്മരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ ചിന്ത നമുക്ക് പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ അഗസ്റ്റിനാണ് ഇപ്രകാരം പറഞ്ഞത്: ടു ബി
To be redeemed, we need to be washed in the blood of Christ. നാം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, വിമോചിപ്പിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം കഴുകപ്പെടണം. കാരണം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയും മൂല്യവും വലുതാണ്. നമുക്ക് നമ്മുടെ വിമോചനത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ്, ചിന്തപ്പെട്ടതാണ് അവിടുത്തെ തിരുരക്തം. ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വാക്യം, ഈ രക്തം വലിയ ഒരു അടയാളം തന്നെയാണ്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നാം കാണുന്നത് ഇതാണ്: എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. രക്തം പഴയ നിയമത്തിലും മറ്റു പല മതവിഭാഗങ്ങളിലും ചിന്താഗതികളിലും എന്ന പോലെ തന്നെ ഇസ്രായേൽ ചരിത്രത്തിലും രക്തം എന്നും ജീവൻ്റെ അടയാളമാണ്. രക്തത്തിലാണ് ജീവൻ കുടികൊള്ളുന്നത്. തുടർന്ന് ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഇപ്രകാരമാണ്: അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ ഈ ക്രിസ്തുവിൻ്റെ രക്തം വഴി പാപമോചനത്തിനുള്ള, പാപത്തിന് പരിഹാരമായ ആ വലിയ ബലിയെ പറ്റി വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം ഇസ്രായേൽ ജനത്തിൻ്റെ ആ പെസഹ നാളിൽ അവർ വിമോചിക്കപ്പെട്ടതിൻ്റെ ഒരു മുന്നോടി തന്നെയാണ്. ആ അനുഭവം തന്നെയാണ് നാമും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിചിന്തനം വഴി അത് പാനം ചെയ്യുകയും കരുത്താർജിക്കുകയും ചെയ്യുമ്പോൾ അനുസ്മരിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി മനോഹരമായി വിവരിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഈ 12-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്ന ഇതാണ്: നിങ്ങൾ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. അങ്ങനെ ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. എന്നിട്ട് ഈ ഒരുമിച്ച് വരുന്ന പെസഹ അവസരത്തിൽ ഇസ്രായേൽ അവർ അതിനെ കൊല്ലും. അതിൻ്റെ രക്തമെടുത്ത് അവരുടെ കട്ടിളക്കാലിലുകളിലും വാതിൽപ്പടികളിലും അവർ പൂശുന്നു, പുരട്ടുന്നു. അങ്ങനെ ഇസ്രായേൽ ഈജിപ്തിലൂടെ കടന്നു പോകുന്ന വിമോചകനായ യഹോവ ഈ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടികളിലും വാതിൽപ്പടികളിലുമൊക്കെ കാണുമ്പോൾ കടന്നു പോകുന്നു. അവരെ മാത്രം സംരക്ഷിക്കുന്നു. വിമോചനത്തിൻ്റെ അനുഭവം അവർക്ക് പകർന്നു നൽകുന്നു. ഈജിപ്തിലെ ദേവന്മാർക്കെതിരെ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. അവിടെ അരുൾ ചെയ്യുന്നത് ഇതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് അടയാളമാണ്. ഈജിപ്തിലെ ദേവന്മാർക്കെതിരെ ശിക്ഷാവിധി നടത്തുന്ന ആ കർത്താവ് കട്ടിളപ്പടിയിലെ ആ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം, ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ആ ഭവനത്തിൽ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അങ്ങനെ അത് കാണുമ്പോൾ നിങ്ങളെ ഞാൻ കടന്നു പോകും. വിമോചിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവർത്തനം ഈ കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണ് അവർക്ക് അനുഭവവേദ്യമാകുക. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ സ്നാപയോഹന്നാൻ മുന്നോടിയായി കടന്നു വന്ന ആ തൻ്റെ ദൗത്യം ജനതകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ആ കുഞ്ഞാടിൻ്റെയും കാളക്കുട്ടിയുടെയും ഒക്കെ രക്തമാണ് പാപപരിഹാരത്തിനായി ബലിയർപ്പിച്ച് ചിന്തിയതെങ്കിൽ, ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം സ്വയം ബലിവസ്തുവായി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സമർപ്പണം നമ്മുടെ വിമോചനത്തിനു വേണ്ടി ആകുന്നു. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നാം വായിക്കുക: അവൻ കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ രക്തത്തിലൂടെ അല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്
നമുക്ക് വിമോചനം നൽകിയിരിക്കുന്നത്. അങ്ങനെ സ്വയം ഹോമബലിയായി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് ഇതാ ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വിമോചനമായി, സംരക്ഷണമായി, നമ്മുടെ ജീവിതത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2003 ഏപ്രിൽ മാസം 17 ആ വർഷത്തെ പെസഹ വ്യാഴാഴ്ച ഔദ്യോഗികമായി നൽകിയ എക്ലേസിയ ദ യൂക്കറിസ്തിയ, അതായത് വിശുദ്ധ ബലിയിൽ നിന്നും ഉയർക്കൊള്ളുന്ന സഭ എന്ന ആ എൻസിക്ലിക്കൽ ലെറ്റർ, ആ പ്രബോധന രേഖയിൽ അതിൻ്റെ 3, 4, 5 ഖണ്ഡികകളിൽ ഈ ക്രിസ്തുവിൻ്റെ രക്തം, പ്രത്യേകിച്ച് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 12-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തം, ഈ പെസഹ രഹസ്യം നമുക്ക് വിമോചനമായി മാറുന്നു എന്ന് മനോഹരമായി വിവരിക്കുന്നുണ്ട്. ജോൺ പോൾ പാപ്പ അതിൻ്റെ 3-ാം ഖണ്ഡികയിൽ, എക്ലേസിയ ദ യൂക്കറിസ്തിയുടെ 3-ാം ഖണ്ഡികയിൽ പറയുന്നതാണ്, ദ ചർച്ച് വാസ് ബോൺ ഓഫ് ദ പാസ്കൽ മിസ്റ്ററി. അതായത് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ് സഭ പിറന്നത്, ഉയർക്കൊള്ളുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തം വഴി, ആ പെസഹ രഹസ്യം വഴി, അതാണ് യഥാർത്ഥത്തിൽ സഭയുടെ കേന്ദ്രബിന്ദു. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ചർച്ചസ് ലൈഫ്. അതാണ് ജോൺ പോൾ പാപ്പ പറയുക. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിലും തുടർന്നുള്ള ഈ പെസഹ ത്രിദിനത്തിലുമെല്ലാം നാം വിചിന്തനം ചെയ്യുന്നത് ഈ ക്രിസ്തുവിൻ്റെ കാൽവരി മലയിലെ ആ വിശുദ്ധ കുരിശിലെ സ്വയം സമർപ്പണം തന്നെയാണല്ലോ. അവിടുന്ന് ഈ കെദ്രോൺ വാലിയിലൂടെ സഞ്ചരിച്ച് ഗത്സെമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോര വീർത്തുകൊണ്ട് തൻ്റെ തീവ്രമായ ആ പീഡാസഹനങ്ങളുടെ ആ അനുഭവം വ്യക്തമാക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇതാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണം. അങ്ങനെ രക്തം വിയർപ്പായി നൽകിക്കൊണ്ടാണ് ആ പ്രാർത്ഥന തീവ്രമായ വേദനയോടുകൂടെ. പെസഹ കുഞ്ഞാട് വെറും സ്വയം സമർപ്പിക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നാം അവിടെ കാണുക. വിശുദ്ധനായ ജോൺ പോൾ പാപ്പയുടെ ഈ ഒരു പ്രബോധനത്തിൽ നാം വായിക്കുന്നു, ദ ബ്ലഡ് വിച്ച് ഷോർട്ട്ലി ബിഫോർ ഹി ഹാഡ് ഗിവൺ ടു ദ ചർച്ച് ആസ് ദ ഡ്രിങ്ക് ഓഫ് സാൽവേഷൻ ഇൻ ദ സാക്രമെന്റ് ഓഫ് ദ യൂക്കറിസ്റ്റ് ബിഗാൻ ടു ബി ഷെഡ്. അങ്ങനെ അല്പം മുൻപ് ആ പെസഹ തിരുവത്താഴ വേളയിൽ തൻ്റെ ആ മുന്തിരിച്ചാറ് നിറഞ്ഞ് പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞ് അവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ അതിനുശേഷം ഇതാ തൻ്റെ ജീവൻ തന്നെ നൽകിക്കൊണ്ട്, തൻ്റെ രക്തം നൽകിക്കൊണ്ട്, ദ ബ്ലഡ് വിച്ച് ഷോർട്ട്ലി ബിഫോർ ഹി ഹാഡ് ഗിവൺ ടു ദ ചർച്ച്, അല്പം മുൻപ് ആ വിശുദ്ധ ബലിയിൽ നൽകിയിരുന്ന അതേ രക്തം, വിമോചനത്തിൻ്റെ പാനീയമായി നൽകിയ അതേ രക്തം ഇതാ താൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ തുടർന്നാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉദ്ധരിക്കുക, അവൻ കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെ അവിടുന്ന് നമുക്ക് വിമോചനം നൽകി. എക്ലേസിയ ദ യൂക്കറിസ്തിയ, ബലിയിൽ നിന്ന് സഭ എന്നുള്ള ആ പ്രബോധനത്തിൻ്റെ 4-ാം ഖണ്ഡികയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന ഇതാണ്, ദ അവർ ഓഫ് അവർ റിഡംഷൻ. നമ്മുടെ വിമോചനത്തിൻ്റെ മണിക്കൂർ യഥാർത്ഥത്തിൽ ആ കാൽവരിയിലെ കുരിശിലാണ്. സ്വയം രക്തം ചിന്തിക്കൊണ്ട് ആ തിരുരക്തത്താലെ നമുക്ക് വിമോചനം പകർന്നു നൽകുന്നു. ഇതാണ് നാം അനുദിനം ഓരോ വിശുദ്ധ ബലിയിലും ആഘോഷിക്കുന്നത്, ആവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ വിമോചനത്തിൻ്റെ അനുഭവമാണ് അവിടെ നാം കാണുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയാണല്ലോ. അങ്ങനെ നാം
ആ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ വിമോചിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, അനുരഞ്ജിതരാകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഈ 12-ാം അധ്യായത്തിലെ വാക്യത്തിലൂടെ നാം കാണുന്നത് പോലെ അവിടുന്ന് നമ്മെ സംരക്ഷിക്കപ്പെടുന്നു, വിമോചനത്തിൻ്റെ പ്രത്യേക അനുഭവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 53-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം അതും ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ പീഠാസഹനങ്ങളും അതേപോലെ തന്നെ കുരിശുമരണവും സ്വന്തം രക്തം അവസാനത്തുള്ളി പോലും ചിന്തിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ കൊടുക്കുക. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും നൊമ്പരങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവസാനത്തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് ഇതാ നമ്മുടെ വിമോചനത്തിനു വേണ്ടി താൻ ജീവിതം സമർപ്പിക്കുന്നു. ബെനഡിക്ട് 16-ാമൻ പാപ്പ സാക്രമെന്തും കാരിത്താത്തിസ്, ഉപവിയുടെ കൂദാശ എന്ന ആ പ്രബോധനത്തിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ യേശുവിൻ്റെ രക്തവും ശരീരവും വഴിയുള്ള നമ്മുടെ വിമോചനത്തിൻ്റെ അടയാളത്തെ പറ്റി വിവരിക്കുന്ന ഇതാണ്: അവൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുക വഴി നാം ക്രിസ്തുവിൻ്റെതായി മാറുന്നു, ആ വിമോചനത്തിൻ്റെ അംഗങ്ങളായിത്തീരുന്നു. നാം യേശുവിൻ്റെ രക്തത്തിലുള്ള ആ ഭാഗഭാഗിത്വം വഴി നാം ക്രിസ്തുവിൻ്റെതായി മാറുന്നു, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ രക്തം വഴി നാം അങ്ങനെ വിമോചിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ രക്തം നമ്മെ നിർമ്മലമാക്കുന്നു, നമ്മുടെ ജീവിതം കൂടുതൽ പരിപാവനമാക്കുന്നു, വിശുദ്ധിയിലേക്ക് സംരക്ഷിക്കപ്പെടുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യവും നാം ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന ഇതാണ്: കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ എന്നാണ്. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം വഴി ജീവിതത്തിൻ്റെ പാപപങ്കിലങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഇതാ ജീവിതം വിശുദ്ധി നേടുന്നു, നൈർമല്യത്തിൽ നിറയുന്നു, അനുഗ്രഹീതമായി തീരുന്നു. ഇത് ഇന്നും സംഭവിക്കണം. ഓരോ പ്രാവശ്യവും വിശുദ്ധ ബലിയിൽ നാം സംബന്ധിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം വഴി നമ്മുടെ ജീവിതവും ഹൃദയവുമെല്ലാം കൂടുതൽ നിർമ്മലമാക്കപ്പെടണം. പ്രത്യേകിച്ച് ഈ അനുഗ്രഹീതമായ നോമ്പ് കാലഘട്ടത്തിൽ ഈ നൈർമല്യത്തിൻ്റെ പരിപാവനതയുടെ പുതിയ ജീവിതത്തിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറെ അർത്ഥപൂർണമാണ്. അവിടെ വായിക്കുന്നത് ഇതാണ്: നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, പ്രത്യുത കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം നമ്മെ നിർമ്മലരാക്കുന്നു, പാപകളങ്കങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ ജീവിതം കൂടുതൽ പരിപാവനമാക്കി മാറ്റുന്നു. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ ഈ രക്തം നമ്മെ അനുരഞ്ജിതരാക്കുന്നു, കൂട്ടായ്മയിൽ വളർത്തുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സംഘഗാനം എന്ന ഒരു സിനിമയുണ്ട്. അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും എഴുതി കാണിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: സ്വന്തം രക്തത്തെ കണ്ടുപിടിക്കുക, സംഘം ചേരുക എന്നാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തം യഥാർത്ഥത്തിൽ പരസ്പരം നമ്മെ അനുരഞ്ജിതരാക്കുവാനും കൂട്ടായ്മയിൽ ഐക്യത്തിൽ പരസ്പരം ചേർക്കുവാനും ഇടയാക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസവർഷം ആഗോളസഭ ആചരിച്ചപ്പോൾ എറണാകുളത്ത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് CAC ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ഐ ബിലീവ് എന്നായിരുന്നു അതിൻ്റെ ടൈറ്റില്. പക്ഷേ അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത് ഇപ്രകാരമാണ്: ഒരു ചുവന്ന കച്ചയുടെ കഥ. എന്താണ് ഈ ചുവന്ന കച്ചയുടെ കഥ? യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ
ഈ ചരിത്രത്തിൽ ഈ യേശുവിൻ്റെ രക്തം വഴി തങ്ങളുടെ ജീവിതം കൂടുതൽ പ്രചോദനാത്മകമായതും തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ചതിൻ്റെയും ഒക്കെ അനുഗ്രഹീതമായ ചരിത്രമാണ് നാം അവിടെ കാണുക. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 56-57 വാക്യങ്ങളിൽ നാം കാണുന്നു എങ്ങനെ വിശുദ്ധനായ സ്റ്റീഫൻ തൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രതിയോഗികൾക്ക് മുൻപിൽ പ്രചോദനാത്മകമായ നിലപാട്, ക്രിസ്തുവിൻ്റെ രക്തം ഈ മനുഷ്യനെയും തൻ്റെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്തവും സമർപ്പിക്കാനും രക്തസാക്ഷിത്വം വഹിക്കാനും ഇടയാക്കുന്നു. സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 35 വർഷം മുതൽ 108-ാം വർഷം വരെ ജീവിച്ച അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ പറ്റിയുള്ള ചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിത സമർപ്പണം എത്രയോ പ്രചോദനാത്മകമാണ്. അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ്: ഐ ആം ദ വീറ്റ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ ഗോതമ്പാണ് ഞാൻ. ആൻഡ് ലെറ്റ് മീ ബി ഗ്രൗണ്ട് ബൈ ദ ടീത്ത് ഓഫ് ദ വൈൽഡ് ബീസ്. ഈ കാട്ടുമൃഗങ്ങളുടെ പല്ലുകൾക്ക് ഇടയിൽ ഞെരിയുന്ന ഒരു ഗോതമ്പ് മണി പോലെ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. ദാറ്റ് ഐ മേ ബി ഫൗണ്ട് ദ പ്യുവർ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഏറ്റവും നിർമ്മലമായ ശരീരമായി തീരേണ്ട ആ അപ്പമായി എൻ്റെയും ജീവിതം മാറാൻ. അങ്ങനെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നു, രക്തസാക്ഷിയായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ രക്തമാണ് ആ മനുഷ്യനെ സമ്പൂർണമായി ജീവിതം സമർപ്പിക്കാനുള്ള പ്രചോദനമുണ്ടാക്കുക. വിശുദ്ധന്മാരുടെ ലിത്തീനിയ നാം ചെല്ലുമ്പോൾ നാം പ്രാർത്ഥിക്കാറുള്ള 2 വിശുദ്ധന്മാരുണ്ട്, പെർപെത്തുവ ഫെലിസീത്ത. പെർപെത്തുവ എന്ന ആ രക്തസാക്ഷിത്വം വരിച്ച ധീര വനിത കാർത്തേജിൽ ജനിച്ചതാണ്. ഫെലിസിറ്റി എന്ന് പറയുന്ന അവൾ ഒരു ഗർഭിണിയായിരുന്ന ഒരു അടിമയാണ്. ഇവർ 2 പേരും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിൽ സ്വയം സമർപ്പിതമാകുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ വിമോചിക്കപ്പെടുന്നു, നമ്മെ പരിപാവനമാക്കുന്നു, ജീവിതം നിർമ്മലമാക്കുന്നു, അതോടൊപ്പം തന്നെ അനുരചനപ്പെടുകയും വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം സംബന്ധിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും അവിടുത്തെ തിരുശരീരം സ്വീകരിക്കുക വഴി, അവിടുത്തെ രക്തത്തിൻ്റെ ഭാഗവാക്കുകളാകുക വഴി നമ്മുടെയും ജീവിതം ക്രിസ്തുവിനാൽ വിമോചിക്കപ്പെടണം. അവിടുത്തെ ആ രക്ഷയുടെ അടയാളമായി നാമും മാറണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കാൽവരിയിലെ ആ കുരിശിൽ അങ്ങയുടെ പ്രിയസുതൻ സ്വയം ഒരു ബലിവസ്തുവായി സമർപ്പിച്ചു ഞങ്ങളുടെ വിമോചനത്തിന്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച ആ കുഞ്ഞാടിൻ്റെ രക്തം പോലെ തന്നെ ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളെ വിമോചിക്കപ്പെടുന്നു, ഞങ്ങളെ സംരക്ഷിക്കുന്നു, ഞങ്ങൾക്ക് ശക്തി പകരുന്നു. ആ രക്തത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ, ആ വിശുദ്ധമായ രക്തത്തിൻ്റെ വിമോചനത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശ്വാസം സാക്ഷ്യപ്പെടാൻ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ, സജീവരായി സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്കും വരമേകണമേ. പ്രിയമുള്ളവരെ, ആധുനിക ക്രൈസ്തവ ലോകത്തെ നോക്കി വിമർശിച്ച ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഉണ്ട്, ബേർട്ടൺ റസൽ. അദ്ദേഹം പറഞ്ഞതാണ്, യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ്. അതായത് വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു, എന്നാൽ വീണ്ടെടുപ്പിൻ്റെ അസത്ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഇത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വം നമ്മുടെ അനുദിന ജീവിതം വഴി നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധ്യതമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.